മക്കളെ 4 മാർക്കിന്റെ ചോദ്യം ഈ ചാപ്റ്ററിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പാറ്റേൺ ആണെങ്കിൽ ഒരിക്കലും ഒരു ചാപ്റ്റർ പോലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം. ഈ വർഷം എക്സാമിന് പോകുമ്പോൾ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പോലും പഠിച്ചു പോകാൻ പറ്റില്ല. അതായത് 4 മാർക്കിന്റെ 2 ചോദ്യവും ഈ ചാപ്റ്ററിൽ നിന്നാണ് അല്ലേ? അത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്തായാലും. വെൽക്കം ബാക്ക് ടു ആർകെനെക്സ്. സോ ഓണം എക്സാമിന് ഇനി വെറും 10 ദിവസങ്ങൾ മാത്രമാണ് ഇവരുടെ മുന്നിലുള്ളത്. ഒരുപാട് പഠിക്കാനുണ്ട് മക്കളെ. നന്നായിട്ട് ഇരുന്ന് പഠിച്ചാൽ മാത്രമേ ഈ വർഷം നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റൂ അല്ലേ? മക്കളെ, നിങ്ങളെ ഞങ്ങൾ 2 എക്സാം പാറ്റേൺ ആണ് കാണിക്കുന്നത്. ഒന്ന് 2024 കഴിഞ്ഞ വർഷത്തെ ഓണം എക്സാമിന്റെ പാറ്റേണും, ഒന്ന് ഈ വർഷം SCERT പുറത്തിറക്കിയ പുതിയ പാറ്റേണും. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏത് രീതിയിൽ പഠിച്ചാലാണ് നിങ്ങൾക്ക് ഒരു നല്ല മാർക്കിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളത് വ്യക്തമായിട്ട് ഈ ഒരു പാറ്റേൺ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ SCERT പാറ്റേൺ ആണ് വരുന്നതെങ്കിൽ, ഈ ഓണം എക്സാമിന് വരുന്നതെങ്കിൽ തീർച്ചയായും എക്സാം ടഫ് ആയിരിക്കും മക്കളെ. അത് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയാൻ ഒരു യാഥാർത്ഥ്യം പറഞ്ഞു തരിക മാത്രമാണ്. മക്കൾ മനസ്സിലാക്കേണ്ടത് ഒരു PYക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പോലും പഠിച്ചു പോലെ നിങ്ങൾക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ വർഷത്തെ ഓണം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ കാണുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, ആദ്യത്തെ 3 ചാപ്റ്ററുകളാണ് എക്സാമിന് വന്നത്: പീരിയോഡിക് ടേബിള്, ഗ്യാസ് ലോസ്, റിയാക്ടിവിറ്റി സീരീസ്. പക്ഷെ അപ്പൊ ഇത് ബേസ് ഉള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഈ 3 ചാപ്റ്ററിനെ ബേസ് ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം 1 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. 5 ചോദ്യങ്ങൾ തന്നിട്ട് അതിൽ 4 എണ്ണം എഴുതിയാൽ മതി. അവിടെയാണ് പോയിന്റ്. എല്ലാ കേസിലും എല്ലാ സെറ്റിലും ഉണ്ടായിരുന്നു ചോയ്സ് ഉണ്ടായിരുന്നു എന്നുള്ള വലിയൊരു സംഭവം ഇതിലുണ്ടായിരുന്നു. രണ്ടാമത്തെ സെഷൻ 2 മാർക്കിന്റെ സെഷൻ ആണെങ്കിൽ മക്കൾക്ക് 5 ചോദ്യങ്ങൾ തരും, അതിൽ 4 എണ്ണം ചെയ്താൽ മതി. 3 മാർക്കിന്റെ ആണെങ്കിലും 5 എണ്ണം തരും, 4 എണ്ണം ചെയ്താൽ മതി. അതേപോലെ 4 മാർക്കിന്റെതും 5 ക്വസ്റ്റ്യൻസ് തരും, അതിൽ 4 എണ്ണം മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. മനസ്സിലാക്കുന്നത് വലിയൊരു അനുഗ്രഹം തന്നെയായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോയ്സ് ഉണ്ടായിരുന്നു. ആ ചോയ്സ് ഇവിടെയും ചിലപ്പോൾ കിട്ടും, പക്ഷെ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് ശരിക്കും പറഞ്ഞാല് 50 മാർക്കിനുള്ള ചോദ്യങ്ങൾ അവർക്ക് കാണും, അതിൽ 40 വാങ്ങിയാൽ തന്നെ ഫുൾ മാർക്കാണ്. ശരിക്കും ഓപ്ഷനും കൂടെ കൂട്ടി നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം വരെ 50 മാർക്കിന് ചോദ്യങ്ങൾ വരും. അതിൽ 40 മാർക്കാണ് ഫുൾ മാർക്ക്. അപ്പൊ 10 മാർക്കിനുള്ളത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുമായിരുന്നു. ഈ വർഷം ആ പാറ്റേൺ എങ്ങനെയാണ് മാറിയത് എന്നാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണും. മക്കളെ, നമ്മള് കുറച്ചൊക്കെ പറഞ്ഞു തന്ന കാര്യമാണ്. എന്നാലും ഓണം എക്സാം ഇപ്പോഴായിരിക്കും ആ ഒരു എക്സാം ചൂടിലേക്ക് നിങ്ങൾ എത്തിയത്. അപ്പൊ ആദ്യത്തെ 3 ചാപ്റ്റർ എന്ന് പറയുന്നത്, ആദ്യത്തെ 2 ഓർഗാനിക്കിന്റെ ചാപ്റ്റേഴ്സ് ആണ്. കഴിഞ്ഞ വർഷം പബ്ലിക് എക്സാമിന് ചോദിച്ചിരുന്ന ചാപ്റ്റേഴ്സ് ആണ് ഈ വർഷം ഓണം എക്സാമിന്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ ഓണം എക്സാം ചോദ്യ പേപ്പർ എടുത്താൽ ഇതിന്റെ ഒരു ചോദ്യം പോലും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റത്തില്ല. അത്യാവശ്യം കമ്പാരിറ്റീവ്ലി ടഫ് ആയ 2 ചാപ്റ്റേഴ്സ് ആണ് ഫസ്റ്റ് സെഷനിലുള്ളത് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ സെഷൻ നോക്കുകയാണെങ്കിൽ 1 മാർക്കിന്റെ 4 ചോദ്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഇതാണ് SCERT പബ്ലിഷ് ചെയ്ത പുതിയ മാതൃകാ ചോദ്യ പേപ്പർ. ഇതായിരിക്കും എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെ? പോലും ചോയ്സ് ഇല്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. അതെ, 4 ചോദ്യങ്ങൾ തന്നു, അതിൽ 4ഉം നിങ്ങൾ അറ്റൻഡ് ചെയ്തേ പറ്റൂ. ഇവിടെ യാതൊരു വിധത്തിലുള്ള ചോയ്സുകളും ഇല്ല. ഒരു ചോദ്യം പോലും നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഫുൾ മാർക്ക് എന്നുള്ള ഓപ്ഷൻ തന്നെ നഷ്ടപ്പെട്ടു. അടുത്ത നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ചോയ്സ് എന്നുള്ളത് വളരെ കുറവാണ്. ചോയ്സ് ഉള്ളത് തന്നെ എങ്ങനെയാണ്, ഒരേ ചോദ്യത്തിന് 2 ചോദ്യത്തിന് 5 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങളിൽ 2 എണ്ണത്തിന് ചോയ്സ് ഉണ്ട് അല്ലേ? 2 എണ്ണത്തിന് ചോയ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഒരേ ചാപ്റ്റർ ഒരേ ചാപ്റ്റർ. അതായത് ഒരു ചാപ്റ്റർ പഠിക്കാത്തൊരു കുട്ടിക്ക് ഒരിക്കലും എന്ത് കിട്ടില്ല, ഒന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ചോയ്സ് ഉണ്ട്, പക്ഷെ എന്താണ്, ഒരേ ചാപ്റ്റർ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വർഷം വരെ ചോയ്സ് തന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്താൽ പോലും ഫുൾ മാർക്ക് നേടാൻ വേണ്ടിയിട്ട്, അത്രയും ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് പല ചാപ്റ്ററിൽ നിന്നുള്ള ചോയ്സുകൾ തന്നിരുന്നത്. പക്ഷെ ഈ വർഷം ഒരേ ചാപ്റ്ററിൽ നിന്നാണ് ചോയ്സ് വരുന്നത്. അതും ഏതെങ്കിലും 5 എണ്ണത്തിൽ ഏതെങ്കിലും 4 എണ്ണം എഴുതാനല്ല, 2 ചോദ്യങ്ങൾക്ക് മാത്രമാണ് അവർ ചോയ്സ് തന്നത്, ബി പാർട്ടിലും സി പാർട്ടിലും. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതേപോലെ ലാസ്റ്റ് പാർട്ട് 4 മാർക്കിന്റെ ചോദ്യം നിങ്ങളുടെ A+ തീരുമാനിക്കുന്ന ചോദ്യമാണ്. 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ സ്കിപ്പ് ചെയ്ത് പോയാൽ ഒരേ ചാപ്റ്ററിന് 2 ക്വസ്റ്റ്യൻ വന്നാൽ ഒരു പോർഷൻ നമ്മളങ്ങ് വിട്ടു. ഐസോമറിസം വിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ 2 ക്വസ്റ്റ്യൻ ഐസോമറിസം ആണ് ആ കുട്ടിക്ക് എന്താ അവസ്ഥ? 4 മാർക്ക് ആ കുട്ടിക്ക്. ഇതിപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 4 മാർക്കിന്റെ ഈ ക്വസ്റ്റ്യന് ഒരു ചോയ്സ് ഉണ്ട്. ഒരു ചോദ്യമേ ഉള്ളൂ 4 മാർക്കിന്, അതിനൊരു ചോയ്സ് ഉണ്ട്. 2ഉം ഫസ്റ്റ് ചാപ്റ്റർ എന്നാണ്. അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ സ്കിപ്പ് ചെയ്ത കുട്ടിക്ക് 4 മാർക്ക് അപ്പൊ തന്നെ പോയി. ഇനി ഫസ്റ്റ് പാർട്ടിന്നും മാർക്ക് പോവും, സെക്കൻഡ് പാർട്ടിന്നും എല്ലാത്തിനും മാർക്ക് പോകും. സ്കിപ്പ് ചെയ്യണമെന്നില്ല. ആ കുട്ടിക്ക് കമ്പാരിറ്റീവ്ലി ആ ചാപ്റ്റർ ടഫ് ആണെങ്കിൽ ചിലപ്പോൾ ആ കുട്ടി എന്തില്ല, ഒരു ഭാഗം പഠിക്കാതെ പോകും.
അപ്പൊ നിങ്ങൾക്ക് ആ 4 മാർക്ക് നഷ്ടപ്പെടുകയാണ് ഈ വർഷം അല്ലെ. അതുപോലെ മക്കളെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും 1 മാർക്ക് പണ്ട് 2 മാർക്കിനൊക്കെ ചോദിച്ചിരുന്ന ചോദ്യമാണ് 1 മാർക്കിനൊക്കെ ചോദിക്കുന്നത്. അപ്പൊ ടൈം കൺസ്യൂമിങ് ആയിരിക്കും. നല്ല പോണക്ക് കോൺസെപ്റ്റ് അറിയാമെങ്കിൽ വളരെ വേഗം നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ ഒത്തിരി സമയം നഷ്ടപ്പെടാനുള്ള സാധ്യത. ഷോർട്ട് വീഡിയോ നമ്മുടെ ചാനൽ അത്രയും ഷോർട്ട് വീഡിയോസ് അവൈലബിൾ ആണ്. കറക്റ്റ് ആയിട്ട് ഓരോ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാന്നുള്ള ഷോർട്ട് വീഡിയോ ഒക്കെ ചാനൽ അവൈലബിൾ ആണ്. സ്ഥിരമായിട്ട് ചാനൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചാപ്റ്ററിന്റെ വെയിറ്റേജ് നോക്കാം. SCRT മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് വെയിറ്റേജ് ആദ്യത്തെ ചാപ്റ്ററിന് 17 മാർക്ക്. അവിടെയാണ് 4 മാർക്ക് ക്വസ്റ്റ്യൻ ഈ ഒരു ചാപ്റ്ററിനാണ്. ഫസ്റ്റ് ചാപ്റ്ററിനാണ് ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. യെസ്, അതേപോലെ ഫസ്റ്റും സെക്കൻഡും ചാപ്റ്റർ 2 ചാപ്റ്ററിനും 17 മാർക്കാണ് വെയിറ്റേജ് വന്നിരിക്കുന്നത്. എന്നാലും 2 ചാപ്റ്റർ കംപ്ലീറ്റ് അറിയാമെങ്കിൽ പോലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടത്തില്ല. കാരണം 3rd ചാപ്റ്റർ എന്നും ചോദിച്ചിട്ടുണ്ട്. യെസ്, അവിടുന്നും വന്നിട്ടുണ്ട്. എത്ര മാർക്കിനാണ്? 8 മാർക്കിനുള്ളത് 3rd ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ആ ചാപ്റ്ററിന്റെ ഒരു പകുതി പോർഷനെ കാണാൻ സാധ്യതയുള്ളൂ. ഇനി സ്കൂളിൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ അത് ഫുള്ള് വരാനുള്ള സാധ്യതയുണ്ട് അല്ലെ. യെസ്, അപ്പോൾ വളരെ ടഫ് ആകാൻ തന്നെയാണ് സാധ്യത എക്സാം. ഒരിക്കലും നിങ്ങൾ ഒരു ലേസി മൈൻഡോടെ അതിനെ എടുക്കരുത്. വളരെ സീരിയസ് ആയിട്ട് ഇപ്പൊ തന്നെ ചാനലൊക്കെ ഫോളോ ചെയ്ത് ഷോർട്ട് വീഡിയോസ് എല്ലാം അത്രയ്ക്ക് ക്വസ്റ്റ്യൻസ് ചാനൽ അവൈലബിൾ ആണ്. അതേപോലെ ന്യൂ പാറ്റേൺ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കോണ്ടന്റ് വീഡിയോ ആയിട്ട് തരുന്നത്. നമ്മൾ ഒന്നുപോലും എന്ത് ചെയ്യുന്നില്ല, പഴയ രീതിയിൽ തരുന്നില്ല. യെസ്, മക്കൾക്ക് ഏതെങ്കിലും കോണ്ടന്റുകൾ ആവശ്യം, ഏതെങ്കിലും ടോപ്പിക്സ് ടഫ് ആണെങ്കിൽ കമന്റ് ചെയ്താൽ മതി. അതിന്റെ വീഡിയോസ് ട്രിക്സ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.